അടുത്ത ആഴ്ചയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ നയനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശ് നേരെ ഓഫീസിലേക്ക് പോകണുണ്ട് കേട്ടോ. അങ്ങനെ നയനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നന്ദു ഈ സമയം അനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് ഞാൻ ഈ സമയം അനാമികയുടെ അടുത്തേക്കും പോകുന്നുണ്ട്. അപ്പൊ അത്ര നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നടക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാല് നയനയും ഗോവിന്ദനൊക്കെ കൂടിയിട്ട് ഫൈനലായിട്ടുള്ള ആ പ്രതിമയുടെ അറ്റകുറ്റപ്പണികളും ഫൈനൽ ടച്ചിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദൻ പറയുന്നുണ്ട് ഒരു പിഴവ് പോലും പാടില്ല മോളെ, അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കില്ലായിരുന്നു. ഇതൊക്കെ ഫൈനലൈസ് ചെയ്യേണ്ടത് മോള് തന്നെയാ, എങ്കിൽ മാത്രമേ എനിക്ക് ഒരു തൃപ്തിയാവുള്ളൂ എന്നൊക്കെ പറയണം. അതിനെന്താ അച്ഛാ, എല്ലാം നോക്കി മോള് പിടിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് നയന പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയാണ് നാളെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റില്ലല്ലോ അമ്മ, എനിക്ക് വീട്ടിൽ ജോലികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി ചെയ്യണ്ടേന്ന് പറയുമ്പം അത് സാരമില്ല മോളെ, അവിടെ ഉള്ളവരെ മുഷിപ്പിക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അമ്മായിമ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര സ്നേഹമായി, പോകാൻ നേരം തന്നെ നീ പോയിട്ട് വാ, ആദർശനോട് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞു, ഞാനാ വേണ്ടെന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവേനയുടെ സ്നേഹമൊക്കെ സത്യമാണ് എന്ന് കരുതിയിട്ട് നയനയും ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ജലജ അബിയോട് പറയാണ്, ആ ഒരൊറ്റ പ്രതിമ പോലും നാളെ ഡെലിവറി ചെയ്യാൻ നേരം അവിടെ ഉണ്ടാവരുത്, അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞേക്കണം. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, അവളെ എന്നെ താറടിപ്പിക്കുകയാണ് എല്ലാവരുടെ മുമ്പില്. ഇന്നലെ അച്ഛൻ പറഞ്ഞ നീ കേട്ടില്ലേ, കമ്പനിയിലെ മെയിൻ ഡിസൈനറായിട്ട് അവൾ അപ്പോയിന്റ് ചെയ്യാൻ പോവാണെന്ന്. നീയാണെങ്കിലോ അവിടുത്തെ ഒരു സ്റ്റാഫ്, നമ്മുടെ ജീവിതമെല്ലാം കുളം തോണ്ടി കയറി വന്ന അവള് മെയിൻ ഡിസൈനറോ, അതൊരിക്കലും സാധ്യമാകരുത്. അവളുടെ 1 മാസത്തെ അധ്വാനമാണ് നാളെ ഇതാകാൻ പോകുന്നത്. അവളുടെ വീട് തിരിച്ചു പിടിക്കാൻ പോവാണ്, അതൊരിക്കലും സമ്മതിക്കരുത്. നീ എങ്ങനെയെങ്കിലും ആ ഒരു പ്രതിമകളെല്ലാം അവിടുന്ന് മാറ്റണം, അതിനി എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തോളാൻ പറയുന്നുണ്ട്. അഭി പറയാണ്, അമ്മ അതോർത്ത് വിഷമിക്കേണ്ട, ഒറ്റ ഇതുപോലും ഡെലിവറി ആവില്ല, അതെല്ലാം തവിടുപൊടിയാക്കി ഞാൻ കളഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ട് അഭി നേരെ പോകുന്നുണ്ട്. അങ്ങനെ അഭി പോയിട്ട് അവന്റെ ഫ്രണ്ടായ ആ ഒരു റൗഡീനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് പോണം, അവിടെ ചെന്നതിന് ശേഷം പ്രതിമകളെല്ലാം ഒരു ലോറിയിലാക്കി അടിച്ചുകൊണ്ട് പോയിട്ട് ഒരു കുളത്തിന്റെ പേര് പറഞ്ഞിട്ട് ആ കുളത്തിലേക്ക് അതെല്ലാം കളയണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് പറയാണ്, ഇത്രയ്ക്കും നല്ല പ്രതിമകളാണെങ്കിൽ അതിന് ഭയങ്കര വിലയായിരിക്കും, അങ്ങനെയാണെങ്കിൽ ആ പ്രതിമകൾ ഞങ്ങൾ മറച്ചു വിട്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയാണ്, മറച്ചു വെക്കാനാണെങ്കിൽ അത് എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, അതുകൊണ്ടൊന്നും അല്ല, അത് മറച്ചു വെക്കാൻ പാടില്ല, അത് വേറെ എവിടെ ചെന്നാലും പോലീസ് പിടിക്കും, അതുകൊണ്ടാണ് ഞാനത് കളയണമെന്ന് പറഞ്ഞെന്ന് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവര് ശരിയെന്ന് പറയാണ്, രാത്രിയായിട്ട് മാത്രം ചെയ്താൽ മതിയെന്നും അഭി പ്രത്യേകം പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശനെ വിളിച്ചിട്ട് നയനെ പറയുന്നുണ്ട്, അച്ഛാ ഇച്ചിരി വൈകും, കുറച്ചുകൂടി പണിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരി മോളെ, പതിയെ തീർത്തിട്ട് വന്നാൽ മതിയെന്ന് മുത്തശ്ശൻ പറയണം. ഈ സമയത്ത് ആദ്യ വീട്ടിലേക്ക് വരികയായിരിക്കും. വിളിച്ചിട്ട് മുത്തശ്ശനോട് ചോദിക്കണം, മുത്തശ്ശ എങ്ങനെയുണ്ട്, അസുഖക്ക് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കഴിച്ചു, പക്ഷെ നീ അന്വേഷിക്കേണ്ടത് എന്നെ കുറിച്ചല്ല, നിന്റെ ഭാര്യ രാവിലെ ഈ വീട്ടിൽ നിന്ന് പോയതല്ലേ, അവള് തിരികെ വന്നോ, അവളെ എന്ത് പറഞ്ഞു, എന്തെങ്കിലും നീ അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ മുത്തശ്ശ എന്ന് പറയുമ്പോൾ, വേണ്ട, അവൾ എന്നെ വിളിച്ചിരുന്നു, കുറച്ചുകൂടി ജോലിയുണ്ട്, താമസിക്കുമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, എനിക്ക് മനസ്സിലായ മുത്തശ്ശ, ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണം എന്നല്ലേ, ഞാൻ പൊക്കോളാം എന്ന് പറയാണ്. നീ കൃത്യമായിട്ട് ക്യാച്ചപ്പ് ചെയ്തല്ലോ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ കട്ടാക്കുന്നുണ്ട്. ആദർശ് ഇപ്പൊ ഓർക്കാണ്, പെരുങ്കള്ളി, അവളെ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വിളിച്ച് മുത്തശ്ശനോട് പറഞ്ഞിരിക്കുക ആ കാര്യങ്ങളെല്ലാം, ഇനി വിളിച്ചേണ്ട അന്നല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരെ ആദർശ് വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഗോഡൌണിലാണല്ലോ ഈ ഒരു പ്രതിമകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഗോവിന്ദൻ ഇങ്ങനെ റെഡിയാവുന്നുണ്ട്. നയൻ അവിടെ നിന്ന് ഇങ്ങനെ പെയിന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കനക വന്നിട്ട് അവർക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. അപ്പൊ നന്ദു പറയാണ്, ഓഹോ മകൾക്ക് മാത്രമേ ഉള്ള ഫുഡ്, എനിക്ക് ഫുഡൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ, നീ ഇങ്ങനെ നടന്ന ആറടി നിനക്ക് ഫുഡ് വാരി തരുന്നത്, എടുത്ത് വെക്കുന്നതിനെ തിന്നുന്നത് വലിയ കാര്യം എന്ന് കനകം പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും ഈ ആദർശിന്റെ കാറ് വന്ന് വാതിക്കെ നിൽക്കുമ്പോഴേക്കും ഗോവിന്ദനാണെങ്കിൽ, അയ്യോ മോനോ, വാ മോനെ വാ, കേറി വാ, അകത്തേക്ക് വാന്ന് പറയുമ്പോൾ, അല്ല നയന എന്ന് പറയുമ്പോൾ അവൾ അകത്തുണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് കനകം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആദർശിനെ കണ്ടിട്ട് അകത്തേക്ക് പോയിട്ട്, മോളെ ഇറങ്ങി വാതെ, ആദർശമോ വന്നിരിക്കുന്നു പറയുന്നു. ആദർശേട്ടനെന്ന് ചോദിച്ചിട്ട് നയന പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആദർശനോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി വരാൻ, അങ്ങനൊന്നും വരുന്ന ആളല്ലല്ലോ, എന്താ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാണ്. അപ്പോഴേക്കും കനകം പറയാണ്, നീ എന്താണ് കളിയാക്കുന്നത്, വെറുതെ ആദർശമോ വന്നായിരുന്നു നിന്നെ കൂട്ടാനെന്നൊക്കെ പറയുന്നു. എന്നിട്ട് നിനക്ക് ഇച്ചിരി കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പം ആദർശ് പറയാണ്, ഓ അമ്മ ഇപ്പോഴെങ്കിലും നല്ലൊരു വാക്ക് പറഞ്ഞല്ലോ, ഇച്ചിരി കുറുമ്പ് കൂടുതലായിപ്പം എന്നൊക്കെ പറയാണ്. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയുമ്പോൾ, അയ്യോ ആദർശേട്ടാ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല, കുറച്ചു നേരം താമസം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും, സാരില്ല ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറയാണ്. അപ്പോഴേക്കും കനകം വാ മോനെ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ, അയ്യോ ആന്റി വേണ്ട, വീട്ടിൽ പോയി കഴിക്കാം, അമ്മ എനിക്കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയാണ്, അങ്ങനെ പോകണമെങ്കിൽ വെളുപ്പാങ്കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനേ പറ്റുള്ളൂ, കാരണം അത്രയ്ക്ക് ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ, ഇനി എത്ര ജോലി ഉണ്ടെങ്കിലും തീർത്തിട്ട് നിന്നെ കൊണ്ടേ പോകുന്നുള്ളൂ എന്ന്
പറയാണ്. അപ്പോഴത്തേക്കും ഗോവിന്ദനും കനകത്തിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പൊ ഗോവിന്ദൻ പറയണം, മോനെ ഞാൻ ഗോഡൌണിലേക്ക് പോവാണ്, ഇന്ന് കുറച്ച് മിനുക്ക് പണികളും ഉണ്ട്, പിന്നെ അവിടെ പോയി കാവല് കിടക്കണം എന്നും പറഞ്ഞിട്ട് ഗോവിന്ദനും പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് നയന ഈ വർക്കൊക്കെ ചെയ്യുന്നത് ആദർശ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കനകം ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, ആദർശും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ അവൾ ഇതൊക്കെ ഇങ്ങനെ അതുപോലെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്നതും ആ പ്രതിമയുടെയൊക്കെ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ ആദർശ് കണ്ണു തള്ളി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. മനസ്സിൽ പറയുന്നുണ്ട്, ഇത്രയും കഴിവുള്ളവളെയാണല്ലോ വീട്ടിലിങ്ങനെ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നത്, ഒരു അടുക്കളക്കാരിയെ പോലെ എന്റെ അമ്മ ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ആദർശ് മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ക്യാമ്പ് ഫയർ പോലെ തീയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നന്ദു വന്നിട്ട് പറയാണ്, ബാബ എല്ലാവർക്കും ഡാൻസ് കളിക്കാം. അങ്ങനെ അവരുടെ ജോലിയൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം ഡാൻസ് ഒക്കെ കളിച്ച് ചില്ലപ്പ് ചെയ്യാം എന്ന് പറയാണ്. അപ്പോഴേക്കും വീട്ടിലേക്ക് പോകണ്ടേന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോകാം ആദർശേട്ടാന്ന് പറയുമ്പോൾ ആ ശരിയെന്ന് പറയണം. അങ്ങനെ ഇവർ പുറത്തേക്ക് വരുമ്പോൾ നന്ദു പറഞ്ഞ് ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടിട്ട് കൈ കെട്ടുകയാണ്. അപ്പോഴേക്കും ബാ ചേച്ചീന്നും പറഞ്ഞ് നയനയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നയനയും നന്ദുവിന് ഡാൻസ് കളിക്കുമ്പോഴേക്കും ബാ ആദർശേട്ടാന്ന് പറഞ്ഞ ആദർശിനെ വിളിക്കുന്നു. അങ്ങനെ ആദർശൻ ഡാൻസ് കളിക്കുന്നു. അങ്ങനെ കനകനെ വിളിക്കുകയാണ്. അങ്ങനെ 4 പേരും ഈ ഫയറിന് ചുറ്റും കിടന്ന് ഭയങ്കര ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അബി പറഞ്ഞ ആ റൗഡികൾ പോയിട്ട് ആ ഒരു കടയിൽ ഇങ്ങനെ കയറുകയാണ്. ആ കടയിൽ കാവൽ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, അപ്പൊ അയാൾ അവിടെ കിടന്ന് ഉറങ്ങുമ്പം ഇവര് വന്നിട്ട് ഈ ഒരു പ്രതിമകളെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദൻ വരുമ്പോൾ കാണുന്ന കാശ് ഇവര് പ്രതിമകളൊക്കെ കൊണ്ടുവന്നാണ്. അയച്ചു, നിങ്ങൾ ആരാ, ഈ പ്രതിമയൊന്നും എടുക്കരുത്, ഇതൊക്കെ നാളെ ഡെലിവറി ചെയ്യാനുള്ളതാ, നിങ്ങൾ എന്താ കാണിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കി കളവാന്ന് പറയാണ്. അബി പറയാണ്, എന്താണെന്ന് നോക്കണ്ട, 2 അയക്കട്ടും കൊടുത്തോ, എന്നിട്ട് പ്രതിമ എല്ലാം വണ്ടി കയറ്റാൻ നോക്കുന്നു പറയുമ്പോൾ കൂട്ടത്തിൽ നിന്ന ആള് അയാളുടെ തലയ്ക്ക് അടിച്ചിടുകയാണ്. ഗോവിന്ദന് തലയ്ക്ക് അടിച്ച് തറയിടുന്നുണ്ട്. അങ്ങനെ ആ പ്രതിമകളുമായിട്ട് ഇവര് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം നേരം വെളുപ്പാകാറായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4-5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഇവർ ഈ ഒരു വണ്ടി ഇങ്ങനെ പോകുമ്പോഴേക്കും ആ ഒരു കൂടെ കിടന്ന ആ ഒരു ഗുണാനെ കിടന്ന ആളുണ്ടല്ലോ, അയാൾ എഴുന്നേക്കാണ് സൗണ്ട് കേട്ടിട്ട്. അയാൾ വന്ന് നോക്കുമ്പോൾ ഗോവൻ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. ആ പ്രതിമകൾക്ക് ഉണ്ടായ കാര്യം അയാൾ അറിഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് അവരോട് പോയി പറയാണ്, അതായത് ഗോവിന്ദൻ ഇതുപോലെ തലയ്ക്ക് ആരോ അടിച്ചു ബോധം കെടുത്തി, എന്നിട്ട് പ്രതിമകളെല്ലാം ആരോ കൊണ്ടുപോയി എന്ന് പറയുമ്പോഴേക്കും ഈശ്വര എന്ന് പറഞ്ഞ എല്ലാവരും കാറി ബഹളം വെക്കുമ്പോൾ നിങ്ങൾ ആരും ഒച്ചയും ബഹളം വെക്കണ്ട, എല്ലാരും വണ്ടിയിൽ കയറ്, നമുക്ക് പോയി നോക്കാം എന്ന് പറയുമ്പോൾ നന്ദു പറയാണ്, ഞാൻ ബൈക്കിൽ വന്നേക്കാം, നിങ്ങൾ പൊക്കോ, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൂടെ വിളിക്കാന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ കൂട്ടുകാരെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാരും കൂടി നേരെ ഇങ്ങനെ ആ ഒരു ഗോഡൌണിലേക്ക് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് ഇങ്ങനെ ആദർശ് ഒരു ലോറി കാണുന്നുണ്ട്. ഒരു ടാർപ്പാക്കി ഇങ്ങനെ ഇട്ടിട്ട്, അതായത് പടുത ഇങ്ങനെ മണ്ടക്കൂടി ഇട്ടിട്ട് പോകുന്ന ഒരു ലോറി അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ആ ഗോഡൌണിലേക്ക് നേരെ ചെല്ലുകയാണ്. നന്ദുവും ഉണ്ട് നേരെ. അങ്ങനെ നന്ദു ഇവരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ഗോവിന്ദൻ ബോധയിലെ കിടക്കുകയാണ്. ഇവർ ഓടിച്ചെന്ന് വെള്ളമൊക്കെ തളിച്ച് അച്ചാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് നയനയും കനകവും ഒക്കെ കൂടി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാം പോയി മക്കളെ, എല്ലാം പോയി, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എല്ലാം നശിച്ചു, എന്റെ മോളുടെ അധ്വാനവും കഷ്ടപ്പാടും എല്ലാം പോയി. എന്റെ മോൾ അതായത് പേരില് എന്തുമാത്രം സങ്കടം പ്രശ്നമൊക്കെ അനുഭവിച്ചത്, ആ വീട്ടിൽ നിന്ന് വരെ പുറത്താക്കിയതല്ലേ, അതെല്ലാം പോയി മോളെ, ഇനി അച്ഛനമ്മയും ജീവിച്ചിട്ട് കാര്യമില്ല മോളെന്നൊക്കെ പറയുമ്പോൾ ഞാനെ പറഞ്ഞു, അങ്ങനൊന്നും പറയില്ല അച്ഛാ, ഈശ്വരൻ നമുക്ക് ഇനിയും തരും അവസരം, അത് ആരാന്നല്ല ഒരു ഊഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ അറിയില്ല, ഇതുവരെ കാണാത്ത കുറച്ച് പേര് അവരിൽ നിന്ന് അടിച്ചിട്ട് മനഃപൂർവ്വമായിട്ട് അത് എടുത്ത് ഒരു ലോറിയിൽ, ഒരു ചെറിയ ലോറിയിൽ കൊണ്ടുപോകായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ആദർശ് ലോറി ഇന്ന് ലോറിയാണെന്ന് ചോദിക്കുമ്പോൾ അതേ മോനെ ആ ഒരു കളർ തന്നെ ആയിരുന്നു പറയണം. അപ്പോഴേക്കും ഞങ്ങളുടെ ആദർശ് പറയണം, നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അതുപോലെ ഒരു വണ്ടി കണ്ടിരുന്നു, നീല പടുതാക്കി ഇട്ടിട്ട് ആ വണ്ടിയുടെ നമ്പർ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ ഒരാളെ വിളിച്ചിട്ട് ഈ നമ്പറിന്റെ വണ്ടി എവിടെയാണെന്നും ആ ഒരു വണ്ടി ആരുടെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വണ്ടി എവിടെയാണുള്ളതെന്നും അങ്ങനെ CCTV ഫുട്ടേജസ് ഒക്കെ നോക്കാനായിട്ട് ആ ഒരാളോട് പറയുന്നുണ്ട്. അങ്ങനെ ആ വണ്ടി നമ്പർ വെച്ച് ചെക്ക് ചെയ്തിട്ട് അവർ CCTV ഫുട്ടേജ് വെച്ചിട്ട് ആദർശിനോട് സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയാണ്, ഞാൻ വന്നാൽ പ്രതിമയായിട്ട് മാത്രമേ തിരിച്ചു വരുള്ളൂ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാന്നും പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ ഞാനും വരാന്നും പറഞ്ഞിട്ട് നന്ദുവിന്റെ വണ്ടിയും കൊണ്ട് നന്ദുവും വരുന്നുണ്ട്, ആദർശം പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ CCTV ഫുട്ടേജിലുള്ള വണ്ടി എവിടെയാണ് സ്റ്റോപ്പ് ആയെന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അതനുസരിച്ച് നന്ദുവും ഇവനും കൂടെ ആദർശോടെ പോകുന്നുണ്ട്. നന്ദുവിന് കുറച്ച് ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം ചെല്ലുന്ന നന്ദുവും ഫ്രണ്ട്സും കൂടെയാണ്. അപ്പൊ ചെല്ലുന്ന സമയത്ത് തന്നെ ഇവർ ഈ പ്രതിമ എടുത്ത് ഇങ്ങനെ വെള്ളത്തിലോട്ട് കളയാൻ പോവായിരുന്നു. അപ്പോഴേക്കും നന്ദുവും ഫ്രണ്ട്സും കൂടെ കയറി ചെന്ന് അവന്മാരെ ശരിക്കും അടിക്കുന്നുണ്ട്. അപ്പൊ നന്ദു നല്ല അടിപൊളി ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് വരുമ്പോഴേക്കും ആദർശ് കാർ ഡോർ വന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു പ്രതിമ എടുത്ത് ഒരുത്തിന് ഇങ്ങനെ എറിയുമായിരിക്കും. അത് ആദർശ് കൃത്യസമയത്ത് തന്നെ ക്യാച്ച് പിടിക്കും കേട്ടോ.
എന്നിട്ട് അത് ക്യാച്ച് പിടിച്ച് ഭദ്രമാക്കി വെച്ചിട്ട് നന്ദുവിനെ ഇങ്ങനെയുള്ള പിടിച്ചു വെച്ചിരിക്കുകയായിരിക്കും. അവന്മാരെല്ലാം ഫൈറ്റ് ചെയ്തിട്ട് നന്ദു ഞാണ്ട് വന്നിട്ട് പോരാന്ന് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല, അയ്യ അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാമല്ലോ, നമുക്ക് ബാക്കി കാര്യം നോക്കാന്ന് പറയുമ്പോഴേക്കും ആദർശോടെ കൂടിയിട്ട് എല്ലാവരും ഫൈറ്റ് ചെയ്താണ്. അങ്ങനെ നന്ദും ആദർശം കൂടെ കൂടിയിട്ട് ആ ഫ്രണ്ട്സോടെ കൂടിയിട്ട് എല്ലാവരും ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചിട്ട് ആ ലോറിയുമായിട്ട് ആദർശ് തിരികെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാർ മറ്റാളും കൊണ്ടുവരും, ബൈക്കിൽ നന്ദുവൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഈ പ്രതിമയും കൊണ്ട് വരുന്ന കാണുമ്പോഴേക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഗോവിന്ദനാണെങ്കിൽ ഓടി വന്നിട്ട് ആ പ്രതിമയൊക്കെ നോക്കിയിട്ട് വന്നിട്ട് ആദർശിന്റെ കൈ പിടിച്ചിട്ട് കൂപ്പി ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, മോനെ മോൻ ദൈവമായിട്ട് ഇങ്ങോട്ട് എത്തിച്ചത് എങ്ങനെ എത്ര നാളത്തെ കഷ്ടപ്പാടാണെന്ന് അറിയാമോ, ഈ ഒരു സംഭവം കാണും നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ തന്നെ ഇരിക്കില്ല എന്നൊക്കെ പറയാണ്. എന്തിനാങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതൊക്കെ കിട്ടിയില്ലേ, അതൊക്കെ ദൈവത്തിന്റെ നിമിത്തമാണെന്ന് പറയുമ്പോൾ കനകം പറയണ അല്ല, ദൈവത്തിന് നിമിത്തമല്ല, ഓരോ തവണ എന്റെ മോനെ രക്ഷിച്ചിട്ടുണ്ട്, ഇത് ദൈവനിമിത്തമല്ല, മോൻ ദൈവം തന്നെ ഞങ്ങളുടെ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ഇതും കേട്ടോണ്ട് നായന ഓടി വന്നിട്ട് ആദർശിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ എന്റെ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു ഇത്, ആദർശേട്ടന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് നയനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആദർശം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആദർശം നിൽക്കുകയാണ്. അപ്പൊ മറ്റേ കനവും ഗോവിന്ദനും ആ പ്രതിമയിലൊക്കെ പോയി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നന്ദും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അങ്ങനെ ആദർശും നയനങ്ങൾ കൂടിയിട്ട് ഈ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മറ്റേ ആ ഇടനിലക്കാരനുണ്ടല്ലോ അയാൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അയാൾ വരുമ്പോഴേക്കും അവിടെ പ്രതിമകളൊന്നും ഇല്ലാന്ന് ഇവര് പറഞ്ഞത് കേട്ടിട്ട് അയാൾ എന്റെ ഈശ്വര ഞാൻ ഇനി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അയാളും കരയാണ്. കാരണം ഈ ഒരു കോൺട്രാക്ട് എങ്ങനെ നഷ്ടപ്പെട്ടു പോയാല് അയാളുടെയും കുടുംബം തന്നെ വിൽക്കുന്ന ഒരു അവസ്ഥ വരും. അയാളും ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആണ് ആദർശ് പറഞ്ഞത് വന്നെങ്കിൽ ഞാൻ ഇതും കൊണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതും കൊണ്ട് വന്നപ്പോൾ ഇയാൾക്ക് സന്തോഷം ആവുന്നുണ്ട്. അപ്പൊ അയാൾ പറയാണ് എന്തായാലും ഇതാ ക്യാഷ് പിടിച്ചോന്ന് പറഞ്ഞിട്ട് ക്യാഷ് മൊത്തം അവരുടെ കയ്യിൽ കൊടുത്തേച്ച് ഞാനെങ്കിൽ പ്രതിമയായിട്ട് പോവാണെന്നും പറഞ്ഞിട്ട് അയാൾ പ്രതിമയുമായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയും കൂട്ടി ആദർശിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ രാത്രി മൊത്തം വരാത്ത കാരണം പറഞ്ഞ് ദേവേനയോട് ഇങ്ങനെ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ജലജയും ആബി ഇങ്ങനെ മനസ്സിൽ പറയാണ്, കണ്ടോ അമ്മ വരുന്നുണ്ട് രണ്ടെണ്ണവും കൂടി, എല്ലാ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് എല്ലാ പ്രതിമയും തവിട് പൊടിയായി പോയിട്ട് സങ്കടം കൊണ്ട് വരിക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരാട് പറഞ്ഞുകൊണ്ടും ഇരിക്കുമ്പോഴേക്കും ആദർശൻ നേരം കയറിയുമ്പോ ദേവേനെ ചോദിക്കുകയാണ്, എവിടെയായിരുന്നു ആദർശൻ നീ ഇത്ര നേരം, നിനക്കൊന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ, എന്തായിരുന്നു ഇത്ര നേരം, നീക്ക് നേരത്തെ വരത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയണം, അമ്മ അത് വലിയൊരു പ്രശ്നം ഉണ്ടായി, ഇന്നലെ ഗോഡൌണിൽ നിന്നും രാത്രി ആരൊക്കെയോ വന്ന് ഇവളുടെ അച്ഛന്റെ തലയ്ക്ക് അടിച്ചിട്ടിട്ട് ഗോഡൌണിൽ നിന്നും പ്രതിമകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ മോഷ്ടിക്കപ്പെടുകയോ അത്രയും പ്രതിമകളോ ഈ സിറ്റിയിൽ നിന്ന് ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശ, അതൊക്കെ മനഃപൂർവ്വം ആരോ ചെയ്തതുപോലെ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് വേണമെങ്കിൽ അത് വിൽക്കാമായിരുന്നു, പക്ഷെ അവരത് വിൽക്കാതെ കൊണ്ടുപോയി കുളത്തിൽ കളയാനാണ് ശ്രമിച്ചത്. അതിന്റെ ഉദ്ദേശം തന്നെ ഈ പ്രതിമകൾ ഇവര് ഉണ്ടാക്കി വിൽക്കാൻ പാടില്ലെന്നും ഇവരെ സങ്കടത്തിലാക്കണമെന്നുള്ളതായിരുന്നു. ആരാണെങ്കിലും അങ്ങനെ അവർ ഉദ്ദേശിച്ച് ചെയ്തതാ. പക്ഷെ കൃത്യസമയത്ത് എനിക്ക് അതിന്റെ ന്യൂസും കാര്യങ്ങളെല്ലാം കിട്ടി. ഞാനും നന്ദുവും അവരുടെ കൂട്ടുകാരും ഒക്കെ പോയിട്ട് അവന്മാരെ എല്ലാം ശരിയാക്കിയിട്ട് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആ പ്രതിമകളും തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ഇടനിലക്കാരൻ്റെ കയ്യിൽ പ്രതിമ ഭദ്രമായിട്ട് കൊടുത്തു വിട്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ജലജി അഭിയൊന്നും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഈശ്വര ഈ പണിയും പാളിപ്പോയല്ലോ എന്ന് അവർ ഓർക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞതല്ല നീ ചെയ്തത് വലിയൊരു കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ നയനെ പറയണം, അതേ മുത്തശ്ശ, ആദർശിട്ടുന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയേനെ, എന്റെ അച്ഛൻ ജീവനോട് പിന്നെ കാണില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നയനെ കരുന്നുണ്ട്. സാരമില്ല മോളെ, എല്ലാം കലങ്ങി തെളിഞ്ഞ് ശുഭമായല്ലോ, ഇനി എന്റെ മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്ന് മുത്തശ്ശിയും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശേഷം നവ്യ വെപ്രാളം പിടിച്ച് പുറത്തേക്ക് ഇങ്ങനെ ഓടുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താണെന്ന് വെച്ചാല് നവ്യയുടെ വയറ് വലുതാവുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ഓൺലൈനായിട്ട് ഒരു പാഡ് ഓർഡർ ചെയ്യാണ്. അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇതുപോലെ പാഡ് ഓൺലൈനിൽ അവൈലബിൾ ആണ്, അത് മേടിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അത് മേടിക്കാനായിട്ട് വെപ്രാളം പിടിച്ചിട്ട് ഡെലിവറി ബോയുടെ അടുത്തേക്ക് ഓടുന്ന ഒരു ഓട്ടോ ആണ് കേട്ടോ അത്. അങ്ങനെ ആ പാടും വെച്ചിട്ടാണ് പിന്നീടുള്ള നവ്യയുടെ കള്ളക്കളി തുടരാൻ പോകുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ആഴ്ച വരാൻ പോകുന്ന സ്റ്റോറീസ്. ഇതുപോലെ ഡെയിലി എപ്പിസോഡ് റിവ്യൂയും ഡെയിലി അപ്കമിംഗ് ആയുള്ള റിവ്യൂസും ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.